കേരളയിൽ സംഘടിപ്പിക്കുന്ന സിൽവർ ലൈൻ സെമിനാർ തിരുവനന്തപുരത്ത് തുടരുകയാണ്. ഇപ്പോൾ പദ്ധതിയെ എതിർക്കുന്ന RVG മേനോൻ സംസാരിക്കുന്നു. റെയിൽവേ സിസ്റ്റം ഉണ്ടായിരുന്നു തുടങ്ങിയ കാലത്ത്, അതിനെ നശിപ്പിച്ചത് ഓട്ടോമൊബൈൽ ലോബിയാണ്. അതുകൊണ്ട് ഇത് വിപണിക്ക് വിടുകയാണെങ്കിൽ അവർക്ക് ഹ്രസ്വകാല ലാഭം ഉണ്ടാക്കാവുന്ന തരത്തിൽ അവർ വികസനത്തെ തിരിച്ചുവിടും. അതിനനുകൂലമായിട്ട് നമ്മുടെയൊക്കെ ചിന്താഗതിയും അവർ തിരിച്ചുവിടും. ഇതില്ലാതെ എന്ത് വികസനമാണ് എന്ന് ചോദിക്കും. അപ്പോൾ കേരളത്തിലെ ഗതാഗത വികസനത്തിൽ തീർച്ചയായിട്ടും റെയിൽവേക്ക് ഒരു വലിയ പങ്കുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ 4 വരി പാത ഇട്ടിരിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ തന്നെ 4 വരി പോരാ, 6 വരി വേണമെന്ന് പറയും, 8 വരി വേണമെന്ന് പറയും. 12 വരിയും 20 വരിയും ഉള്ള പാതയിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. അവിടെയും ക്രൗഡിങ് ആണ്. നമ്മുടെ ഗതാഗത ആവശ്യങ്ങൾ കാറുകളിലൂടെ, വ്യക്തിഗത ട്രാൻസ്പോർട്ടേഷനിലൂടെ പരിഹരിക്കാൻ സാധിക്കില്ല. അപ്പോൾ പൊതുഗതാഗതം വളരെ പ്രധാനമാണ്. റോഡാണെങ്കിൽ തന്നെയും പൊതുഗതാഗതം വളരെ പ്രധാനമാണ്. റെയിൽവേ ഗതാഗതം വളരെ പ്രധാനമാണ്. പിന്നെ റെയിൽവേ വികസനം വരാത്തത് നാട്ടുകാരെല്ലാം എതിർത്തിട്ടാണ് എന്നിങ്ങനെ പറയാൻ എളുപ്പമാണ്. റെയിൽവേ വികസനമല്ല, ഹൈവേ വികസനം തന്നെ. അരൂർ മുതൽ ചേർത്തല വരെ 4 വരി പാത വന്നിട്ട് ഇപ്പോൾ 20 വർഷമായി. അന്നേ തന്നെ ചേർത്തല മുതൽ തിരുവനന്തപുരം വരെ 4 വരി പാതയ്ക്കുള്ള സ്ഥലം എടുത്തിട്ടിരിക്കുകയായിരുന്നു. എന്തുകൊണ്ട് വന്നില്ല? ഒരു നാട്ടുകാരും എതിർത്തിട്ടൊന്നുമല്ല. ശുദ്ധമായി പറഞ്ഞാൽ കഴിവുകേടാണ്. കാര്യങ്ങൾ നേരാമണ്ണം സമയത്തിന് ചെയ്യാനുള്ള കഴിവുകേടാണ്. അതിന് ഓരോരോ ഒഴിവൊഴികൾ കണ്ടെത്തും. അതിന് ഏറ്റവും എളുപ്പം നാട്ടുകാരെ കുറ്റം പറയുകയാണ്, എതിർപ്പിനെ കുറ്റം പറയുകയാണ്, അതൊക്കെ പറയാം. ഇനി റെയിൽവേ ആണെങ്കിൽ കേരളത്തിലെ റെയിൽവേ വികസനം ഏറ്റവും അത്യാവശ്യം എന്താണെന്ന് ട്രെയിനിൽ കാശ് കൊടുത്ത് യാത്ര ചെയ്യുന്നവരോട് ചോദിച്ചാൽ അറിയാം. നമ്മുടെ പാത ഇരട്ടിപ്പിക്കൽ ഇഴഞ്ഞു നീങ്ങുന്നതാണ്. അത് തന്നെ ചിങ്ങവനം മുതൽ ഏറ്റുമാനൂർ വരെയുള്ള പാത മുടങ്ങിക്കടന്നിട്ട് ഇപ്പോൾ 30 വർഷമായി. എന്തുകൊണ്ടാണ് താമസിച്ചത്? ആരും നാട്ടുകാരെ എതിർത്തിട്ടൊന്നുമല്ല. അതിന് വേണ്ട സ്ഥലം ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ ഇന്ന രീതിയിൽ പോകണമെന്നും പറയാനുള്ള ശേഷിയും ഇച്ഛാശക്തിയും രാഷ്ട്രീയ നേതൃത്വത്തിന് ഇല്ലാതെ പോയി. ഇപ്പോൾ അത് പരിഹരിച്ചു. അതിനി മാസങ്ങൾക്കകം കമ്മീഷൻ ചെയ്യും. ആലപ്പുഴ വഴിയുള്ളതാണെങ്കിൽ അമ്പലപ്പുഴയ്ക്ക് വടക്കോട്ട് അനക്കമില്ല. ആരെതിർത്തിട്ടാണ്? നാട്ടുകാരൊന്നും എതിർത്തിട്ടില്ല. പക്ഷെ അവിടെയും നാട്ടുകാരെ കുറ്റം പറയും. എതിർത്തിട്ടാണെന്ന് വരാത്തത്, എന്തുകൊണ്ട് വരുന്നില്ല? ഇനി ഇരട്ടിപ്പിക്കലായില്ലെങ്കിൽ പോലും കാലത്തെ ഇവിടുന്ന് 5:55 ജനശതാബ്ദിയിൽ കയറിയാൽ 9:12 എറണാകുളം സൗത്തിലെത്തും. 3 മണിക്കൂർ 17 മിനിറ്റ്. ഒട്ടും മോശമല്ല. നിങ്ങൾക്ക് ഹൈസ്പീഡിൽ അല്ലെങ്കിൽ ഷിങ്കാൻസനിൽ യാത്ര ചെയ്യുന്ന സുഖമൊന്നും ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ 3 മണിക്കൂറുണ്ട്. ഇരട്ടിപ്പിക്കൽ പൂർത്തിയാൽ 3 മണിക്കൂറിലത് എളുപ്പത്തിലെത്തി, യാതൊരു സംശയവുമില്ല. അത് മാത്രമല്ല, ഇരട്ടിപ്പിക്കൽ പൂർത്തിയാകണം. ഇപ്പോഴും റെയിൽവേയുടെ വടക്ക് ഭാഗത്ത് വേണമെങ്കിൽ ഷൊർണൂർ പാലത്തിന് അപ്പുറം ഇപ്പുറം ഇപ്പോഴും ഇരട്ടിപ്പിക്കലായിട്ടില്ല. ആരെതിർത്തിട്ടാണ്? അവഗണനയാണ്. റെയിൽവേക്കാർക്ക് നമ്മളോട് അവഗണനയാണ്. ഇതിൽ മാത്രമല്ല, ഈ കഴിഞ്ഞ പാർലമെൻറ്റ് മീറ്റിങ്ങിൽ MP കനിമൊഴി പറഞ്ഞ ഒരുപാട് പേര് കോട്ട് ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എത്ര കോടി രൂപ സദേൺ റെയിൽവേക്ക് കൊടുത്തു, എത്ര കോടി രൂപ നോർത്തേൺ റെയിൽവേക്ക് കൊടുത്തു, എന്തുകൊണ്ട് കൊടുത്തു? അതിലേക്ക് പറഞ്ഞാൽ രാഷ്ട്രീയമായി പോകും. അപ്പോൾ രാഷ്ട്രീയം ഉണ്ട് വികസനത്തിൽ. പക്ഷെ അത്തരം രാഷ്ട്രീയമല്ല നമ്മൾ ആലോചിക്കുന്നത്. ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ, ജനസാമാന്യത്തിന് പ്രയോജനപ്പെടുന്ന വികസനമാണോ? അങ്ങനെ നോക്കുമ്പോൾ ഈ നിർദ്ദേശിച്ചിരിക്കുന്ന സിൽവർ ലൈനിന് പല പ്രശ്നങ്ങളുമുണ്ട്. ഒന്ന്, അത് സ്റ്റാൻഡേർഡ് ഗേജിലാണെന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ഗോൾഡൻ ക്വാഡ്രിലാറ്ററലും എല്ലാം കൊണ്ട് അതൊക്കെ കേൾക്കാൻ സുഖമുണ്ട്. പക്ഷേ റെയിൽവേയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇന്ത്യൻ റെയിൽവേയിൽ തന്നെ ഇപ്പോൾ ബ്രോഡ് ഗേജിൽ സെമി ഹൈ സ്പീഡ് ട്രെയിനുകൾ ഓടിക്കുന്നുണ്ട്. വന്ദേ ഭാരത് എക്സ്പ്രസ്സും ഗതിമാൻ എക്സ്പ്രസ്സും ഒക്കെ നമ്മൾ പത്രത്തിൽ വായിച്ചറിയുന്നുണ്ട്. 160 കിലോമീറ്ററിലേ പോകുള്ളൂ എന്ന് മോശമായിട്ട് പറയുന്നുണ്ട്. നമ്മളിതിനകത്ത് ഒളിമ്പിക് റേസിനൊന്നും പോകുമല്ല. 160-ലാണെങ്കിൽ മോശമാണ്, 200 ആയാലേ ശരിയാവുള്ളൂ. ഇതൊക്കെ ആരെ പറ്റിക്കാനാണ് ഈ പറയുന്നത്? 160 കിലോമീറ്ററിൽ ഓടിക്കുന്ന ട്രെയിൻ പെരാമ്പൂരിലെ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ത്യൻ എഞ്ചിനീയർമാർ വികസിപ്പിച്ചതാണ്. ഇന്ത്യയിലാണത് ഉണ്ടാക്കുന്നത്. അതേസമയം സ്റ്റാൻഡേർഡ് ഗേജിലാണെങ്കിൽ റോളിംഗ് സ്റ്റോക്ക് എല്ലാം നിങ്ങൾക്ക് ജപ്പാനിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ വരുത്തേണ്ടി വരും. അതിലൊരു വ്യത്യാസമില്ലേ? ഈ ആത്മനിർഭർ ഭാരത് എന്നുള്ളത് വെറും പോളിറ്റിക്സ് അല്ലല്ലോ. അതിലൊരു ടെക്നോളജി ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള ടെക്നോളജി നമ്മൾ വികസിപ്പിക്കുന്നു, നമ്മൾ അവ ഉൽപ്പാദിപ്പിക്കുന്നു. അതിനുവേണ്ടിയുള്ള പണം മുടക്ക് ഇന്ത്യയിൽ നടക്കുന്നു. ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് ജോലി കിട്ടുന്നു. അതിലൂടെ സാമ്പത്തിക വികാസത്തിലേക്ക് നയിക്കുന്നു. അതൊക്കെ പ്രധാനമല്ലേ? അപ്പോൾ ഇന്ത്യയിലുണ്ടാക്കുന്ന ബ്രോഡ് ഗേജിലുള്ള വേഗത കൂടിയ ട്രെയിനുകൾ എന്തുകൊണ്ട് നമുക്ക് പരിശോധിച്ചുകൂടാ?
എങ്ങനെയാണ് ഈ കേരളത്തിൽ വരുന്ന അർദ്ധ അതിവേഗ പാത ബ്രോഡ് ഗേജ് പോരാ സ്റ്റാൻഡേർഡ് ഗേജ് മതി എന്ന് തീരുമാനിച്ച് എങ്ങനെ ആര് ഏത് പ്രക്രിയയിലൂടെ തീരുമാനിച്ചു? ഇതറിയാനുള്ള അവകാശം ജനങ്ങൾക്കില്ലേ? അത് ചോദിക്കുന്നതിൽ രാഷ്ട്രീയമുണ്ടോ? ഉണ്ടെങ്കിൽ ആ രാഷ്ട്രീയം നല്ല രാഷ്ട്രീയം തന്നെയാണ്. എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് ജനങ്ങൾ അറിയണം. അല്ലാതെ ഞങ്ങൾ തീരുമാനിച്ചു, ഇതാണ് വേണ്ടത്, ഇതാണ് വികസനം, ഇതിനെ എതിർക്കുന്നവരെല്ലാം പിന്തിരപ്പന്മാരാണ് എന്ന് പറയുന്നത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. എങ്ങനെയാണ് ഈ തീരുമാനങ്ങൾ എത്തിയതെന്ന് അറിയണം. ഇത് സ്റ്റാൻഡേർഡ് ഗേജിലായതുകൊണ്ട് തന്നെ ഇൻ്റർ ഓപ്പറബിലിറ്റി ഇല്ല. ഇപ്പോൾ നമ്മുടെ ലൈനിലൂടെ ഓടുന്ന ഒരു ട്രെയിനിനും 10,000-കണക്കിന് ലക്ഷക്കണക്കിന് കേരളീയർ കേരളത്തിന് പുറത്തേക്ക് പോകുന്ന ദീർഘദൂര ട്രെയിനുകൾക്കൊന്നും ഈ ട്രെയിനിൽ കൂടെ കയറാൻ സാധിക്കില്ല. അതൊരു വലിയ പ്രശ്നമല്ലേ? ആണ്. അതുപോലെ പല സ്റ്റേഷനുകളും, ഇപ്പോൾ കൊല്ലം സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കൊല്ലം സ്റ്റേഷൻ എന്നൊക്കെ പേരിടാം, ബോർഡും വയ്ക്കാം, പക്ഷെ അത് വരുന്നത് മുഖത്തലയിലാണ്. എറണാകുളം സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അത് വരുന്നത് കാക്കനാട്ടാണ്. അപ്പോൾ നിങ്ങളെ വീട്ടിൽ നിന്ന് സ്വന്തം വണ്ടിയിൽ കയറി മുഖത്തലയിൽ കയറിയിട്ട് അവിടുന്ന് സിൽവർ ലൈൻ കാക്കനാട്ട് പോയി ഇറങ്ങിയിട്ട് അവിടുന്ന് വേറെ വണ്ടി പിടിച്ച് വേണം നിങ്ങൾക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പോകാനായിട്ട്. അതുപോലെ മുഖത്തലയിലെ സ്റ്റേഷൻ വരുന്നത് വെള്ളക്കെട്ടുള്ള സ്ഥലത്താണ്. എൻ്റെ കയ്യിൽ അതിൻ്റെ സ്ലൈഡ് ഉണ്ടായിരുന്നു, ദൗർഭാഗ്യവശാൽ ഇപ്പോൾ കാണിക്കാൻ നിവർത്തിയില്ല. വെള്ളക്കെട്ടിന് നടുവിലാണ്, അതിലൂടെ ഇപ്പോൾ ഒരു തോടൊഴുകുന്നുണ്ട്. ഹ്രസ്വകാല പാരിസ്ഥിതിക ആഘാത പഠനത്തിൽ എഴുതിയിട്ടുണ്ട്, ഈ വെള്ളം ഒഴുകുന്ന തോട് മാറ്റി സ്ഥാപിക്കണം. കൊള്ളാം. അതിന് മാറ്റി എതിലൂടെ കൊണ്ടുപോകും? ഈ ഒബ്ജക്ഷൻ കൊച്ചി എയർപോർട്ട് വന്നപ്പോഴുണ്ടായിരുന്നു. അതിലൂടെ ഒരു തോടുണ്ടായിരുന്നു, ആ തോടിനെ അവഗണിച്ചു. അതിൻ്റെ പേരിലല്ല അവിടെ എതിർപ്പ് വന്നത്, മറ്റു കാരണങ്ങളുണ്ട്, അത് പോട്ടെ. പക്ഷേ ആ തോടിനെ അവഗണിച്ചതുകൊണ്ടാണ് കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ കൊച്ചി എയർപോർട്ട് വെള്ളത്തിനടിയിലായത്. അതിനാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതൊക്കെ എഞ്ചിനീയർമാരും പരിസ്ഥിതി ശാസ്ത്രജ്ഞരും നോക്കേണ്ട കാര്യങ്ങളാണ്, അത് പരിശോധിക്കണം. അതുപോലെ ഈ നിലവിലുള്ള പാതകളിൽ കൂടി അർദ്ധ അതിവേഗ ട്രെയിനുകൾ ഓടിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ശരിയാണ്. 626 വളവുകൾ, ഇപ്പം നമുക്ക് എല്ലാ മലയാളികൾക്കും അറിയാവുന്ന ഒരു കണക്കതാണ്. 626 വളവുകളുണ്ട്. അതിൽ കൊല്ലത്തെ വളവ് ഇങ്ങനെ ഹെയർ പിൻ ബെൻഡാണ്, ശരിയാണ്. അതിലൂടെ 200 കിലോമീറ്റർ ഓടിക്കാൻ പറ്റില്ല. പക്ഷേ എന്തിനാണ് അതിലൂടെ 200 കിലോമീറ്റർ ഓടിക്കുന്നത്? അത് കൊല്ലം സ്റ്റേഷനോട് അടുക്കുകയില്ല. അപ്പോൾ ഏത് ട്രെയിനാണെങ്കിലും കൊല്ലത്ത് സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ സ്പീഡ് സ്വാഭാവികമായിട്ട് സ്പീഡ് കുറഞ്ഞു വരും. അതുപോലെ കോട്ടയത്താണെങ്കിലും തൃശ്ശൂരാണെങ്കിലും എല്ലാം വളവുകളുണ്ട്. പക്ഷേ വളവുകൾ നിവർത്തി ഉള്ള ലൈൻ ഉണ്ടെങ്കിലേ സ്പീഡ് കൂട്ടാൻ സാധിക്കുകയുള്ളൂ, അത് ശരിയാണ്. അങ്ങനെയുള്ള ലൈൻ ഇടാൻ സാധിക്കില്ലേ? ഇപ്പോൾ നാം വായിച്ചറിയുന്നത് എറണാകുളത്ത് നിന്ന് ഷൊർണൂരിലേക്ക് അങ്ങനെ 3ാമത്തെ പാത ഇടുമ്പോൾ വളവ് നിവർത്തിയുള്ള പാത ഇടാനുള്ള പഠനം നടത്തി. അപ്പോൾ അവർ കണ്ടത് അങ്ങനെ ഇടുകയാണെങ്കിൽ ചാലക്കുടിയിൽ മാത്രമേ സ്റ്റോപ്പ് കൊടുക്കാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടത് സ്വീകരിച്ചുകൂടാ? ഈ അതിവേഗ ട്രെയിനുകൾ പോകുന്ന എല്ലാ സ്റ്റേഷനിലും സ്റ്റോപ്പ് ഏതായാലും കൊടുക്കില്ല. അതുപോലെ ദീർഘദൂര വണ്ടികൾക്ക് എറണാകുളം വിട്ടാൽ ചാലക്കുടിയെ സ്റ്റോപ്പുള്ളൂ, പിന്നെ തൃശ്ശൂരാണ് സ്റ്റോപ്പ്. അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ എറണാകുളം ഷൊർണൂർ 3ാമത്തെ പാത വളവുകൾ നിവർത്തി കൂടുതൽ സ്പീഡിൽ പോകാൻ സാധിക്കുന്ന ലൈൻ ഇടുകയാണെങ്കിൽ അതിൽ ചാലക്കുടിയിൽ സ്റ്റോപ്പ് ഉണ്ടാകും, അല്ലെങ്കിൽ ചാലക്കുടിയിൽ സ്റ്റോപ്പ് വേണ്ട, എറണാകുളം കഴിഞ്ഞാൽ തൃശ്ശൂരേ ഉള്ളൂ. അത്തരത്തിൽ 3ാമത്തെ പാത ഇടാൻ സാധിക്കും, തൃശ്ശൂരും ഷൊർണൂർ വരെ. അങ്ങനെ എറണാകുളം ഷൊർണൂർ മാത്രമല്ല, അവിടെ 3ാമത്തെ അല്ല 4ാമത്തെയും പാത വേണം. അവിടുന്ന് വടക്കോട്ടും എറണാകുളത്ത് നിന്ന് തെക്കോട്ടും വേണം. അത്തരത്തിൽ 3ഉം 4ഉം പാതകൾ കേരളത്തിലിടുന്നതിനെ പറ്റി വിശദമായി പഠിച്ച് അതിന് എന്ത് അധിക ചെലവ് വരും എന്ന് പരിശോധിക്കണം. അതുമായിട്ടാണ് സിൽവർ ലൈനിനെ താരതമ്യപ്പെടുത്തേണ്ടത്. കേരള കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സിൽവർ ലൈൻ കോർപ്പറേഷൻ അല്ലല്ലോ, കേരള റെയിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ്. അപ്പോൾ കേരളത്തിലെ റെയിൽ വികസനത്തിന് എന്താണ് വേണ്ടതെന്ന് ആലോചിക്കുമ്പോൾ ഇവിടെ ഒന്നും കാണാത്ത സ്റ്റാൻഡേർഡ് ഗേജ് കൊണ്ടുവന്നിട്ട് ഇതിൽ കയറി അതിവേഗം യാത്ര ചെയ്തോളൂ എന്ന് പറയുകയല്ല വേണ്ടത്. കേരളത്തിലെ റെയിൽവേ വികസിപ്പിക്കാൻ ആവശ്യം വേണ്ട 3ഉം 4ഉം ലൈനുകൾ ഇടുക, സിഗ്നലിംഗ് സിസ്റ്റം ആധുനികവത്കരിക്കുക. ഇപ്പോഴും പഴയ രീതിയിൽ ബ്ലോക്ക് സിസ്റ്റമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി വിട്ടാൽ അടുത്ത ബ്ലോക്കുള്ള കഴക്കൂട്ടം സ്റ്റേഷൻ കഴിഞ്ഞാലേ പിന്നത്തെ വണ്ടി പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഫ്രീക്വൻസി കൂടുതൽ ട്രെയിനുകൾ ഓടിക്കാൻ സാധിക്കും. മുംബൈയിലും മറ്റും കാണുന്നത് പോലെ മിനിറ്റുകൾ ഇടവിട്ട് വണ്ടികൾ ഓടിക്കാൻ സാധിക്കും. കൂടുതൽ സ്പീഡുകളുള്ള വണ്ടികൾക്ക് വേണ്ടിയിട്ട് 3ാമത്തെയും 4ാമത്തെയും ലൈൻ വരും. അതിനധിക ചെലവുണ്ടാകും തീർച്ചയായും. ആ അധിക ചെലവ് കേരള സർക്കാർ അതിൻ്റെ പങ്ക് വഹിക്കാം എന്ന് അങ്ങോട്ട് പറയുകയും അതിന് ജപ്പാൻകാർ കടം തരില്ല. ജപ്പാൻകാർ കടം തരുന്നത് നമ്മൾ നന്നാകാൻ വേണ്ടിയൊന്നുമല്ല. ജപ്പാൻകാർ കടം തരുന്നത് ജപ്പാൻ്റെ സാങ്കേതിക വിദ്യയും അവരുടെ വ്യവസായ വികസനത്തിനും വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അവർ
1% താഴെ പലിശയ്ക്ക് കടം തരുന്നത്. അപ്പോൾ ജപ്പാൻകാർ കടം തരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ കിഫ്ബി മുഖേന എടുക്കേണ്ടി വരും, കൂടുതൽ പലിശയാകും. അത് കണക്കുകൂട്ടി നോക്കണം. അത്തരത്തിലാണ് കേരളത്തിലെ റെയിൽവേ വികസനം വേണ്ടത്. അതിന് ജനങ്ങളുടെ പിന്തുണയുണ്ടാവും. പക്ഷേ ഇത്തരത്തിൽ വളവ് നിവർത്തി മൂന്നാമത്തെ ലൈൻ നിലവിലുള്ള ലൈനിനോട് ചേർന്ന് ഇടുകയാണെങ്കിൽ തന്നെയും അതിനും സ്ഥലം എടുക്കേണ്ടി വരും. തീർച്ചയായിട്ടും സ്ഥലം നഷ്ടപ്പെടുന്നവർക്ക് ഹൃദയവേദന ഉണ്ടാവും. അത് സമ്മതിക്കാതെ നിവർത്തിയില്ല. അത് പരമാവധി കുറയ്ക്കുക. പക്ഷേ റെയിൽവേ ലൈനിനോട് ചേർന്ന ഭാഗത്ത് സ്ഥലത്തിന് വില താരതമ്യേന കുറവാണ്. റോഡ് സൈഡ് പോലെയല്ല. റോഡ് സൈഡിലാണെങ്കിൽ വില കൂടുതലാണ്, റെയിൽവേ ലൈനിൻ്റെ അടുത്താണെങ്കിൽ വില കുറവായിരിക്കും. എന്ന് തന്നെയല്ല, അവിടെ റെയിൽവേ ലൈൻ മുൻപേ ഉണ്ട്. അവിടെയാണ് ഓരോരുത്തർ സ്ഥലം വാങ്ങി വീട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഈ സ്ഥലം സർക്കാർ നല്ല വില കൊടുത്ത് എടുക്കുകയാണെങ്കിൽ എതിർപ്പും താരതമ്യേന കുറവായിരിക്കും. അപ്പം ഇത്തരത്തിൽ വഴിമാറി ചിന്തിക്കണം. എനിക്ക് വലിയ പരാതിയുള്ളത്, ഈ ചർച്ച 3-4 കൊല്ലം മുമ്പ് നടത്തേണ്ടതായിരുന്നു. ഞങ്ങളിതെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. എന്ത് വില കൊടുത്തും ഇത് നടപ്പാക്കും. എന്തൊരു ഭീകരമായ പ്രസ്താവനയാണത്, എന്ത് വില കൊടുത്തും നടപ്പാക്കും എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി വേണമെങ്കിൽ നിങ്ങളുമായിട്ട് ചർച്ച നടത്താം എന്ന് പറയുന്നതിലൊരു മര്യാദകേടുണ്ട്. അതിന് പകരം പ്രോജക്റ്റിൻ്റെ വിശദവിവരങ്ങൾ തീരുമാനിക്കുന്ന സമയത്ത് വ്യാപകമായി ചർച്ച നടത്തണം. ഇത്തരം ആശയങ്ങൾ ആരുടെയെങ്കിലും തലച്ചോറിൽ പൊട്ടിമുളയ്ക്കുന്നതൊന്നുമല്ല. ജനങ്ങളുടെ ഇടയിൽ നിന്ന് പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ പറയും. പല മേഖലകളിൽ താല്പര്യമുള്ളവരുണ്ട്, വൈദഗ്ധ്യമുള്ളവരുണ്ട്, വിദേശത്ത് ഇത്തരം പദ്ധതികളിൽ പ്രവർത്തിച്ചവരുണ്ട്. അങ്ങനെ വ്യാപകമായ ആലോചനകളിലൂടെ കേരളത്തിലെ റെയിൽ വികസനത്തിന് ഏറ്റവും ഉപയുക്തമായ ഏത് തരം പ്രോജക്റ്റാണ് വേണ്ടത് എന്ന് തീരുമാനിച്ചിട്ട് ആയിരുന്നു നമ്മൾ മുമ്പോട്ട് പോകേണ്ടിയിരുന്നത്. ഇപ്പോഴെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ പുറമേയുള്ളവരുടെ വൈദഗ്ധ്യമല്ല പ്രശ്നം, പുറമേയുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ തയ്യാറായതിൽ ഞാൻ കേരയിൽ അധികൃതരോട് നന്ദി പറയുന്നു. നന്ദി ശ്രീ മേനോൻ. വളരെ പ്രസക്തമായ ഒരു ഓൾട്ടർനേറ്റീവ് പാരഡൈം എന്ന് വിശേഷിപ്പിക്കാവുന്ന just for the benefit of for making you understand probably and then overcoming the limits or constraints in communication, let me spell out the various thoughts that he has expressed. See, on a broad strategic plane, what Sri RVG Menon expresses is an alternate model which talks of a consolidation strategy of our existing network. The existing railway network that we have has all the potential to be improvised, upgraded through, straightening of curves or as you know, the Kerala railway topography is an undulating terrain with lot of gradients and curves. And this magic figure of 626, as he says, is known to practically every Malayali worth his salt. So, can we think of an alternate strategy of straightening these curves, probably easing out gradients, and also bring in appropriate technology, improvement of technology through signaling systems, automatic signaling systems, probably what we have right from Chennai to Jolarpet, extending that whole thing, or probably even graduating to the next level of signaling systems like ETCS level 2, and then look at improvements in practically every facet of the rolling stock, tracks and structures, and ensuring that we speed up the trains in our own system to make it fit for running at 160 to 180 kilometers per hour. More importantly, he is also suggesting that there should be better access and connectivity across the legacy system. And then if we can afford to do that, probably we can accomplish this project at a much lower cost without getting into a hazard of a debt trap. Probably the financials, if you look at the viability of projects, most of the dissenting voices are concerned about 3 main things. One is the environmental degradation that is going to cause, the financial viability of it, and the technology fit and the appropriateness that is required for Kerala terrain.
with these observations, from a strategic leadership perspective, I would like you to respond to the points raised. But the point he wants to state is, let സിൽവർ ലൈൻ സംവാദം തുടരുകയാണ്. പദ്ധതിയെ എതിർക്കുന്ന RVG മേനോൻ അദ്ദേഹത്തിന്റെ വാദങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് പരിസ്ഥിതി വിഷയം, ഒപ്പം തന്നെ എന്തുകൊണ്ട് ഇത് സ്റ്റാൻഡേർഡ് ഗേജിൽ എന്ന ചോദ്യം അദ്ദേഹം ഉയർത്തുന്നു. ഒപ്പം തന്നെ പാതയ്ക്ക്, നമ്മുടെ ഇപ്പോഴുള്ള റെയിൽവേ പാതയ്ക്ക് സമാനമായി എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ഈ ചർച്ചകൾ 3-4 വർഷം മുൻപ് നടക്കേണ്ടതായിരുന്നു. പദ്ധതി എന്ത് വില കൊടുത്തും നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ടല്ല ഇത്തരം ചർച്ചകൾ നടത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ഇപ്പോൾ മോഡറേറ്റർ ഇടപെട്ട് അദ്ദേഹം മലയാളത്തിലാണ് RVG മേനോൻ സംസാരിച്ചത്. അത് ഇംഗ്ലീഷിലേക്ക് സുബോധ് കുമാർ ഉൾപ്പെടെയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. നമുക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. സിൽവർ ലൈൻ സംവാദത്തിലേക്ക് തന്നെയാണ് വീണ്ടും. ഇപ്പോൾ റെയിൽവേ ബോർഡ് മുൻ അംഗം സുബോധ് കുമാർ ജെയിൻ സംസാരിക്കുകയാണ്. അതിലേക്ക്. The technology upgradation is the only option. Most of the point which Dr. Menon has said have been discussed at length in the Niti Aayog. In fact, I attended the 2 meetings for this project in the Niti Aayog, and we have dwelled over that. I will try to, whatever is my capacity, see, his experience and his vision is much broader than what we have. But still, with my limited vision, I will try to address the issues which Dr. Menon has raised. And if I am wrong, kindly excuse me if I say something which is totally off the mark. So, the first and foremost comes the gauge. I have been reading in the newspapers a lot of things being talked about the gauge about this project. Let me tell you, most of that information, although right, but is dated. It was okay 20 years back, it was okay 15 years back, but in the present context that is not okay. 20 years back we did not have standard gauge technology. So it is unfortunate that media is using the word British gauge and Indian gauge. So there is nothing like British gauge and Indian gauge. Now we should talk technical. The standard gauge is all over there and broad gauge is also all over there. 2017, when this report was, DPR was put up, our national policy was, I confine myself to the technical and policy matters. That is only my forte. Our national policy was that metros will be allowed to be built on a standard gauge if they are on PPP basis or they are funded by multinational banks. But Indian Railway will provide everything on broad gauge only. And the best efforts were being done. I'll go in a historical background so that things will become a little clear. But in 2017, after these trials of Telgo train, people memory is short, but experts should know this. They should not forget about whatever has been happening. In 2016, we brought in the Telgo, and extensive experiments were done for increasing the speed on the broad gauge. Say Delhi, Mumbai, that Telgo firm brought his trains. We were successfully able to run Delhi, Mumbai in 11 hours by this thing. Their Telgo trains were tilting trains, and it was announced that we will make 1,000 coaches in collaboration with Telgo in India. But finally, it was conceded that it is not possible to upgrade the speed on the existing systems, maintaining safety and also maintaining the freight train movement. Although on Delhi Mumbai it was envisaged that freight train, 90% of the freight train will be taken out and they will be taken on the DFCC, dedicated freight corridor.
So when it was realized that it is not possible to run these tilting train for that matter is not a concept which is in a regular use anywhere in the world. It is used only as an interim measure. So suppose today, if I make a new corridor, Silver Line corridor, so that will take 5 years time. To build up the traffic on the existing line, we run the tilting train so that people get used to switching over to the train, and then we go for a high-speed corridor. Tilting trains have been used only as an interim measure. There are safety issues, and when you have the heavy freight trains, you cannot run the tilting train. Nowhere. No expert in his right senses will suggest that. So Government of India took a policy decision that we will have dedicated freight corridor on broad gauge and dedicated passenger corridor, high-speed corridor on standard gauge. Entire that diamond quadrilateral of high-speed trains, it has been surveyed on the standard gauge. Now, if we foresee, we visualize that over a period of time, we will have a freight system network and a passenger network. And passenger network will be on standard gauge. So today, if I have to spend a substantial money of the order of 60,000 crores, I should be futuristic. I should make something which can be linked to the national high-speed network. Like dedicated freight corridor is there, then we have a feeder route. So this line will become the feeder route. That is our vision. What will happen, nobody can see in the future. We can only speculate that if economy will flourish, maybe we see the high-speed corridor network in next 15 to 20 years' time, and at that time this will go and get connected to that. But if we are talking of 5,000 crore, 6,000 crore, fine enough. What Dr. Menon is telling, that perhaps is the only option. But that option, as I say, that we have been exploring time and again. I have put in 45 years in the railway engineering. Day one, we were given the target that on Rajdhani route, you have to remove so many speed restrictions. It means so many curves are to be straightened. In my 38 years of career in the railways, and 7 years after that I have retired, I have not seen even one curve getting realigned on the main line. I will like to see the person, the railway expert, who has in his service career realigned a single curve. Why? Technology is there. Will is not there because Indian Railway mindset is we operate the freight trains. My priority is freight trains. Say I was in Railway Board, doubling project was sanctioned. I was in charge to execute the doubling project, but hardly anything was done during that period. There were two reasons. That was an election year. So the politics played a heavier role than this thing. Kis state ko paisa dena hai, kisko nahi dena hai, that was at that time decided on this thing. We are only servants of the government. But even if the money would have been given, in railway boards, they are competing projects. And board will always say, Kerala, hardly any freight. So where is the return? So that is the problem. The money will always go to the projects where there is immediate freight this thing. Today I was reading in news, in UP, they have cancelled 8 mail express trains to facilitate coal movement because powerhouse coal has to go. Food grain powerhouse coal is as a railwayman, my first commitment. Because that cannot go by anything else. Powerhouse coal cannot go by the lorries. So the steel, iron ore, cement, coal, the railway will never be able to come out from that. They will not have that kind of money. If there is no concept of financial closure, if a project is sanctioned in the general budget. It means if suppose by somehow we are able to get 10,000 crore sanctioned for the upgradation of the existing railway corridors, better signaling, realignment of curve, removal of gradients,
It is possible. It is possible. 500 kilometers. It will be more than 10,000 crore. It will not be in 10. But what will happen? First year I may get 1,000 crores. Second year I will not get anything. The people are there. People are there from railways there. They let them tell. Say, I have retired 80 years back, but why doubling is not getting completed? The people are there who are in the audience who can throw some light on that. Because money will not be given, material will not be given. In between, there was an acute shortage of rails. Rails went to the project which were in the almost completion. So these are the issues. Now, since Government of India has taken a decision that standard gauge is acceptable in the Ministry of Railways, then now if we come around and say that Government of India also has taken a wrong decision, so that somehow I feel that I am not that big to challenge the government of the country. After having this thing about the Telgo, this thing, then it was decided that we will develop our own high-speed train on the broad gauge. We have developed Vande Bharat, which is capable of 160 kmph commercial speed. Now, the second lot of Vande Bharat, this was a trial prototype. Second lot of Vande Bharat, which has been tendered, that is 180 kilometers commercial speed. But if you see the timetable, there was a tender for private operation of passenger trains last year. It has been discharged because of lack of response and this thing. There, it was mandated that train will be Vande Bharat type. But if you see the timetable given for the Vande Bharat type train, the speeds were ranging from 90 kmph to 100 kmph only, the average commercial speed. So this call has to be taken. I am only highlighting what are the issues. It is very good that this kind of, in foreign countries, I have seen this kind of mass consultation for any infrastructure project. But in India, this is the first time I am attending this kind of forum where people are reading the DPR and they are coming up with this thing. So this is not done. So it is very good and it is our duty to bring about the knowledge and this thing. Regarding the, I already covered that doubling and this thing. You tell me what the time I have. So, this one question is being raised time and again, that how 80,000 passengers will come ridership in the initial period. My point is, if suppose 30,000 passengers come, should we not make it? It takes time to build up the ridership. People changing the mode, the line will be there, but intermodal, whatever we may plan, but intermodal integration will take time. Intermodal integration only starts when we start facing the problem, when people start traveling. By computer simulation, you cannot really go into the minds of the people and find out how will he travel. So, there is, I don't think that this is such a big point that 80,000 people will come in the initial time, or it will take 3 years or 4 years to build up the 80,000 ridership. In such type of infrastructure, we have to see that O&M costs should be covered. And for covering the O&M cost of this kind of infrastructure, we will require 30 to 35,000 ridership. If you start thinking that initially itself I will start paying back the money, then these projects can never give you, you need at least 10-year moratorium and 25 years tenure of the loan. That kind of loan is not available in the domestic market. For that kind of loan, you have to go to the multinational developmental banks. Because in India, all Indian financial instruments are limited to 15 years. Moratorium is not more than 5 years.
Number one. Number two, if Ministry of Railway sanctions you the project, if you don't borrow the money, then Ministry of Railway does not have the capacity now. And they borrow the money from LIC and all, through IRFC bonds, where the cost of money is 8.5%. While these multinational banks, in accounting for the hedging, the cost of money is 4%, 4.5%. And these infrastructure projects, where payback period is 50 years, this 4.5% and 8% difference, it can make or break the project. Now comes a question of technology. Thrusting upon these funding agencies, they thrust upon the technology. World Bank does not talk of the technology at all. They don't even put the restriction on your tendering process. You can tender anywhere. Say, you can even give contract, purchase the material from the countries where who are not member of the World Bank. Large number of countries are the member of the World Bank. Asian Development Bank, KfW, these banks, these bilateral and multilateral banks, they do not put any condition on this thing. Their only condition is, irrespective of your country's rule and law, if you are taking funding from us, robust EIA and SIA, environmental impact assessment and social impact assessment, has to be there. So in that regard, I think Dr. Menon should support that we should go for multilateral funding, because if it is a railway funding, I can tell you, no EIA, no SIA, whether project is done or not. In your doubling project, when we acquire the land, do we do any SIA? No, we don't do, because I am exempt. If I am doing the project from railways money, I am exempt. So, multilateral bank, only JICA has been insisting upon the step loan. JICA in DFCC, Western DFCC, they insisted that rails will be procured from Japan and rolling stock should be procured from Japan. Finally, we said, we will procure from Japan, but you will have to match the price. They could not match the price and they have relaxed the condition. In Mumbai, Ahmedabad also, JICA is relaxing the condition of Japanese technology and Japanese import substantially, not completely. But now, new loans, even JICA is agreeing, totally unconditional. Because nobody will take their money, and their money is not earning anything when it is lying in their own country. So, I think now we have grown out of this thing that money is money. If I am getting it a cheaper thing without any conditionality, and EIA, SIA is, I don't consider it as a conditionality, these are desirable things. So that is how I said this thing. I think I have taken my time. I'll come back if you require anything more. Thank you very much. Make in India, that standard gauge, which we said, gauge per se does not make difference in cost now. 20 years back it made. Because 20 years back, we had to import the rail, we had to import the pads. Today, if you do standard gauge or broad gauge for the same speed, it will cost the same. It is because I am upgrading the speed, so I have to import the rolling stock. That is why Make in India is costly. If I have to run, I am sure that 180 km, 200 kmph, if Vande Bharat comes on the broad gauge, same Vande Bharat will be possible to be converted in standard gauge also. Gauge per se doesn't add to the cost. Making viaduct adds to the cost. Making ballastless track adds to the cost. But gauge per se doesn't make a difference in the cost. Gauge gives me a flexibility in the sense that I can deploy the leased rolling stock. I don't have to buy the rolling stock. Say, traffic is very flexible. When we buy so many trains. Hyderabad Metro, they bought 49 trains, and finally government changed and their scope was curtailed. They could not deploy initially. So these are the things. We can buy some basic rolling stock and then we can augment it by the lease. These are complicated matters which can be decided this way or that way. It does not affect the viability of the Silver Line project. So that is, thank you very much for listening to me. Thank you very much.
Thank you, sir, for your very insightful observations and also painting the macro picture on the project and its feasibility or viability. As a one quick response on, there is a growing doubt or misgiving. സുബോധ് കുമാർ ജെയിൻ apprehension, you would like റെയിൽവേ to call ബോർഡ് it. മുൻ അംഗം അദ്ദേഹത്തിന്റെ വാദങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ്. സ്റ്റാൻഡേർഡ് ഗേജ് എന്തുകൊണ്ട് എന്നതായിരുന്നു RVG മേനോന്റെ പ്രധാനപ്പെട്ട ചോദ്യം. അതിന് അദ്ദേഹം മറുപടി പറഞ്ഞിരിക്കുന്നു. ദീർഘദൂര യാത്രയ്ക്ക് സുരക്ഷിതമായത് സ്റ്റാൻഡേർഡ് ഗേജ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് നടപ്പാവാത്ത ഒരു കാര്യത്തിന് വേണ്ടി സർക്കാർ ചെലവഴിക്കുന്നത് മാത്രമല്ല, സംവാദം നടക്കുമ്പോൾ ആളുകളെ പോലീസിനെ ഉപയോഗിച്ച് നേരിടുക, ഇതെന്ത് ഏർപ്പാടാണ്? ഒരു വശത്ത് സംവാദം, ജനങ്ങളെ ബോധ്യപ്പെടുത്തി, വിദഗ്ധന്മാരുടെ അഭിപ്രായം എല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്തി മാത്രമേ കല്ലിടൂ തീരുമാനമെടുക്കൂ എന്ന് പറഞ്ഞിട്ട് സംവാദം തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ കേരളത്തിൽ മറ്റു പലയിടങ്ങളിലും കല്ലിടാൻ വേണ്ടിയുള്ള പോലീസ് അതിക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആത്മാർത്ഥതയില്ലാത്ത സമീപനമാണ് സർക്കാരിന്റേത്. ഏത് സംവാദം നടത്തിയാലും നിങ്ങൾക്ക് ഈ പദ്ധതി ഇവിടെ നടപ്പാവാൻ സാധിക്കില്ല. അനുമതി ഉണ്ടാവില്ല എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ പത്രമൊന്നും വായിക്കാറില്ലേ? പാർലമെന്റ് രേഖകളൊന്നും കാണാറില്ലേ? അനുമതി ഇല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായി പാർലമെന്റിലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലും കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അഭിഭാഷകൻ വളരെ വ്യക്തമായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് രാജ്യസഭയിൽ വ്യക്തമായിട്ടും കേന്ദ്ര നിലപാട് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും വീണ്ടും കേന്ദ്ര നിലപാട് ചോദിക്കുന്നത് കോൺഗ്രസിന്റെ താൽപര്യം സംരക്ഷിക്കുന്നവരാണ്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, കേരള മോഡൽ ഒന്നും നടക്കുന്നില്ല എന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കാൻ സംസ്ഥാനം തയ്യാറാവില്ല എന്ന് ധനകാര്യമന്ത്രി പറഞ്ഞു. കുറെ കള്ളക്കണക്കും പറഞ്ഞു. ഞങ്ങൾ അധികം നികുതി ഈടാക്കുന്നില്ലെന്ന്. നിങ്ങൾ പെർസെന്റേജ് ആണ് എടുക്കുന്നത്. 42% സംസ്ഥാനത്തിന് ലഭിക്കുകയാണ് കേന്ദ്രം വാങ്ങുന്ന ഓരോ രൂപയ്ക്കും. എന്നിട്ടാണ് ഇവരിവിടെ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ന്യായം പറയുന്നവർ, ഈ ന്യായമൊന്നും മറ്റ് സംസ്ഥാനങ്ങൾക്കില്ലേ? അവിടെയുള്ള മുഖ്യമന്ത്രിമാരും ധനകാര്യമന്ത്രിമാരും ഒക്കെ എന്താ ഇതൊന്നും ഈ ന്യായമൊക്കെ നോക്കിയിട്ടാണോ? എല്ലാ സംസ്ഥാനങ്ങളും കുറച്ചല്ലോ. എന്താ കേരളം കുറയ്ക്കാത്തത്? നികുതി അധികം ലഭിച്ചിട്ടും കേരളത്തിൽ വികസന പ്രവർത്തനമൊന്നും നടക്കുന്നില്ല. അപ്പൊ പിന്നെ ഗുജറാത്ത് പോയി പഠിച്ചു വരികയല്ലാതെ വഴിയില്ല. ശമ്പളവും പെൻഷനും കൊടുക്കാൻ ആണ് ഇവിടുത്തെ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്, പിന്നെ അഴിമതി നടത്താൻ. തീർച്ചയായിട്ടും അബ്ദുള്ളക്കുട്ടിയെ പുറത്താക്കിയത് ഇപ്പൊ അവർ പറഞ്ഞ ന്യായം ഗുജറാത്തിനെ മോദിയെ പ്രശംസിച്ചു എന്നുള്ളതാണ്. ഷിബു ബേബി ജോൺ എടുത്ത നിലപാട് ഇതാണ്. അപ്പൊ ഇത് തങ്ങളുടെ നിലപാട് തെറ്റായിപ്പോയെന്നും അബ്ദുള്ളക്കുട്ടിയും ബേബി ജോണും ഒക്കെ പറഞ്ഞതായിരുന്നു ശരിയെന്നുമെങ്കിലും പരസ്യമായി പറയാൻ ഈ സന്ദർഭത്തിൽ CPM തയ്യാറാവണം. ഏതായാലും പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞപ്പോ നേരം വെളുത്തും തോന്നുന്നു. ഇത്രയും കാലം അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഗുജറാത്ത് മാതൃക ഒട്ടും സ്വീകാര്യമല്ലാത്ത മാതൃക എന്നാണ്. പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞപ്പോൾ നേരം വെളുത്തതാണോ അതല്ല ഗത്യന്തരമില്ലാതെ ഇത് ചെയ്യേണ്ടി വന്നാണോ? അത് അവരാണ് പറയേണ്ടത്. ഇല്ലെന്ന്, ഇതെല്ലാം ഒരു PR പ്രചരണം മാത്രമാണെന്ന് ആദ്യം പറഞ്ഞു. മുഖ്യമന്ത്രി ജനങ്ങളൊക്കെ ആയിട്ട് വളരെ വിദഗ്ധന്മാരായിട്ടുള്ള ഒപ്പീനിയൻ മേക്കേഴ്സിനെയൊക്കെ കണ്ടുവന്നു എന്നാണ് ഇപ്പൊ പറയുന്നത്. ടിവിയിലൂടെ ഒരു സംവാദം നടത്തിക്കളയാം, ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. ഈ പരിപാടി ഉപേക്ഷിക്കാൻ എന്തിനാണ് ഇത്ര ദുരഭിമാനം എന്ന് മാത്രമേ ഞങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. മുഖ്യമന്ത്രിക്കും സർക്കാരിനും ഈ വിഷയത്തിൽ ആത്മവിശ്വാസം കൂടുകയോ, പ്രത്യേകിച്ചും പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷം ആത്മവിശ്വാസം ഇല്ല. അത് നിങ്ങൾ കുറച്ച് PR ഏജൻസികൾ നടത്തുന്ന മുഖ്യമന്ത്രി പ്രശംസ മാത്രമാണ്. ഞങ്ങൾ അങ്ങനെ വിചാരിക്കുന്നേയില്ല, ജനങ്ങൾ അങ്ങനെ വിചാരിക്കുന്നേയില്ല. അത് മുഖ്യമന്ത്രിക്ക് ക്യാപ്റ്റൻ പദവി നൽകിയവരും മുഖ്യമന്ത്രിയെ വാഴ്ത്തിപ്പാടുന്നവരും ഉണ്ടാക്കുന്ന ഒരു PR പ്രചരണമാണ്. അതിന് നമ്മുടെ നാട്ടിലെ ചില ഏജൻസികൾ അവർ കൂട്ടുപിടിച്ചിരിക്കുകയാണ്. അല്ലാതെ ഒരു ആത്മവിശ്വാസവും മുഖ്യമന്ത്രിക്ക് കൂടാൻ ന്യായമില്ല. കാരണം ഒരു അനുമതിയും ദില്ലിയിൽ പോയതിനു ശേഷം കേരളയിൽ ലഭിച്ചിട്ടില്ല. ആദ്യം സർക്കാർ ഒരു സ്ഥലം പറഞ്ഞാൽ ഞങ്ങൾ അതിനെക്കുറിച്ച് പറയാം. സർക്കാരിന് ഇപ്പോഴും ഉറപ്പില്ല. കിനാലൂരാണോ തിരുവനന്തപുരമാണോ? അപ്പോ ഞങ്ങൾ ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റാണ് എവിടെയാണ് എയിംസ് വരേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്. കേന്ദ്ര ഗവൺമെന്റ് അല്ലല്ലോ.
അങ്ങനെയാണ് കേന്ദ്രത്തിന് അവിടെ ഈ പ്രഖ്യാപിച്ചത്. ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. എല്ലാ സ്വാധീനമുള്ള ജില്ലകളിൽ നിന്നും ഈ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. സ്വാധീനത്തിന്റെ കുറവോ കൂടുതലോ ഒന്നുമല്ല ഇതിന്റെ അടിസ്ഥാന വിഷയം. സ്റ്റേറ്റ് ഗവൺമെന്റ് നേരത്തെ 4 or 5 സ്ഥലങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ആ സമയത്ത് ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ വ്യക്തതയോടുകൂടി ഉറപ്പായിട്ട് ഒരു സ്ഥലം പറയണം. ആയിക്കോട്ടെ, കിനാലൂരാണെങ്കിൽ അതിന് ഞങ്ങൾക്കൊരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിൽ ഒന്നും ഇടപെടാനില്ല. ഞങ്ങൾക്ക് എല്ലാ സ്ഥലങ്ങളിലും ജനങ്ങളുടെ ആവശ്യം ഉന്നയിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. പിന്നെ ഒരു കോഴിക്കോടുകാരനായിട്ടുള്ള എന്നോട് നിങ്ങൾ കിനാലൂരിൽ എയിംസ് വരുന്നതിന് എതിർക്കുമെന്ന് ചോദിച്ചാൽ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഗുജറാത്ത് സന്ദർശനം ഉൾപ്പെടെയുള്ള വിഷയത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്നു. ഇവിടെ ഒരിടത്ത് സെമിനാർ, ഒരിടത്ത് പോലീസിനെ ഉപയോഗിച്ച് സമരക്കാരെ നേരിടുന്നു, ഇരട്ടത്താപ്പാണ് സർക്കാരിന് ഈ വിഷയത്തിൽ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ വീണ്ടും സംവാദത്തിലേക്ക് തന്നെ പോവുകയാണ്. അവിടെ RVG മേനോൻ വീണ്ടും സംസാരിക്കുന്നു. Which is very rare in Kerala. So the returns from passenger traffic in Kerala is not exactly negligible. I can give you a couple of examples because instead of opinions, examples are give you a very clearer picture. Many southern states said this, that unlike your northern states, we are prepared to pay. Passenger is prepared to pay. Don't push us to unviable, unsafe road options. So the first thing which came up in 1999, the Andhra, the Hyderabad MMRTS. They said, we will make capital investment, we will share even the losses. And you allow us to increase the fare. Lot of development has taken place. I don't say that MMRTS has been a complete failure, but the execution of work has been so slow. All the things which you have been mentioning, everything has been tried in MMRTS. Signaling improvement to the OHE and the clearances and curves. Somewhere the additional loop lines were put. But 20 years it has taken. And ridership has not yet built up because the works are lingering. They gave the work to RVNL for a quicker execution. But RVNL also, the contractor failed. Signaling fellow has put the claim that I was not allowed to work. And it is on the routes where freight train is hardly any freight traffic. So the point is that railway is such a mammoth body that for them this kind of this thing. Now Bangalore, they have sanctioned the suburban trains operation. Let me see how much time it will take. Not a single brick has been laid. It has been 1.5 years. Railway, even if they sanction the work, they will not let you do it. സംവാദം തുടരുകയാണ്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. സിൽവർ ലൈൻ സംവാദം കേരളയിൽ സംഘടിപ്പിക്കുന്ന സംവാദം തുടരുകയാണ്. ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുന്നിലായിരുന്നു സംവാദം. ഇപ്പോൾ പാനലിലുള്ളവർ അവരുടെ ഭാഗങ്ങൾ അവതരിപ്പിച്ചു. അതിനുശേഷം ഇപ്പോൾ സദസ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ കൂടി കേൾക്കുകയാണ് പാനലിസ്റ്റുകൾ. അതിലേക്ക് അല്ലല്ല, ഞാൻ അതിനുത്തരവല്ല പറഞ്ഞത്. ഇപ്പം അതിനുത്തരം പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞ ഒരു പോയിന്റ്, Raghu was telling about the requirement of materials, no? And the materials will have to come from other states and things like that. അതായത് ഇതിനുള്ള പണിക്കാനുള്ള മെറ്റീരിയൽസ് അടുത്ത സ്റ്റേറ്റ്. So this project report which is prepared now is, to me, it's not detailed engineering, has not gone to it. But detailed engineeringലേക്ക് പോകുമ്പോൾ the corporation should take care of such things like an alternate materials. See, for example, one thing probably is that you have an embankment with slopes. This is what is planned if you look at the one. You can reduce the quantity of earth if you go for a vertical, no slope. That's a very simple one because now the technology is available, it's easier. Simple. But again, you can reduce the quantity of material if you go for a viaduct. And again, you can reduce the material if you go for a steel. There are a lot of technology available, a lot of new materials available, which can be tried. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിലേക്ക് പോകുമ്പോൾ
the Kerail Corporation should look into it. And that will save a lot of money, probably. I don't know whether, I mean, that we will have to estimate, find out. But at the moment, I can say that the requirement of materials can be reduced. Then that's what I asked in the morning also. When you have a deck slab, you don't require a ballast even if it is continuous for a long distance. Right? I'll react on Fair this enough. point a little bit. There are two issues. One is availability of the material. Another is degradation of the environment or this thing. So the modern practice is that we make the local laws to ensure that these big ticket infrastructure projects, they do not destroy ഒരു the ഇടവേളയ്ക്ക് environment. ശേഷം Like തിരിച്ചെത്താം. in Rajasthan,